ഹലോ. നിറവിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഘോഷമാണ് ഹൽദി. ഇത് ഞങ്ങളുടെ ചെക്കൻ്റെ ഹൽദി ചടങ്ങുകളാണ് കേട്ടോ. ചെറിയമ്മയുടെ മകൻ യദു യാദവ്. ചെക്കന് ഒരു പെണ്ണിനെ ഇഷ്ടമായി. അത് ഗുജറാത്തിൽ നിന്നുള്ളൊരു കുട്ടി, അന്തര മിതാൻ ഖേഡിവാല. ഈ മിടുക്കിയെ ഞങ്ങൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇതാ വിവാഹത്തോടനുബന്ധിച്ചുള്ള ഹൽദി ചടങ്ങിൽ എത്തി നിൽക്കുന്നു. ചെറുക്കന്റെയും പെണ്ണിന്റെയും എൻട്രി കുറച്ച് കളർഫുൾ ആകണമല്ലോ. ആവാലോ. സലീം കുമാർ പറഞ്ഞ മാതിരി നിനക്ക് ചേഞ്ച് വേണമല്ലേ? ചേഞ്ച്. അതെ, അല്പം ചേഞ്ചിന് മഞ്ഞയും പച്ചയും പിങ്കും തുടങ്ങി ഒട്ടനവധി നിറത്തിലുള്ള പുകകളെ ആകാശത്തേക്ക് ഉയർത്തി. വെള്ള വസ്ത്രധാരികളുടെ വെള്ളയെ ചുവപ്പും മഞ്ഞയുമൊക്കെയാക്കി പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. പാട്ടും കൂത്തുമായി നവവധുവും കല്യാണച്ചക്കനും ഹൽദി ചടങ്ങുകൾക്കായി ഒരുക്കിയ പ്രത്യേക ഇരിപ്പിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ആടാനും പാടാനും മിടുക്കിയാണ് അന്തര. ഒരു തികഞ്ഞ ഭരതനാട്യ ഡാൻസർ കൂടിയാണ് അവൾ. കല്യാണ പെണ്ണ് അന്തരയുടെ വീട് ഗുജറാത്തിലും ചെക്കൻ യദുവിന്റെ വീട് കേരളത്തിലും. അവർ രണ്ടുപേരും സെറ്റിൽ ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും. അങ്ങനെ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹമാണ് കേട്ടോ ഇത്. കേരള സ്റ്റൈലും ഗുജറാത്തി സ്റ്റൈലും മഹാരാഷ്ട്രീയൻ സ്റ്റൈലും സമ്മിശ്രമായൊരു വിവാഹം. നാനാത്വത്തിൽ ഏകത്വം എന്ന ജവഹർലാൽ നെഹ്റുവിന്റെയും പട്ടേലിന്റെയും ആശയത്തെ ഓർമ്മപ്പെടുത്തും വിധത്തിലൊന്ന്. പല ഭാഷ, പല വേഷം, പല ആഹാര രീതികൾ, പല ആചാരങ്ങൾ, പക്ഷേ തത്വത്തിൽ നാം എല്ലാം ഒന്ന്, ഭാരതീയർ. ചന്ദനവും മഞ്ഞളും മുഖത്തണിയുന്ന ചടങ്ങാണ് ഹൽദി. കിട്ടിയ ചാൻസ് കുടുംബക്കാരും മിസ്സാക്കിയില്ല. ചടങ്ങുകളൊക്കെ ഏകദേശമായപ്പോ കുടുംബക്കാരുടെ കൂടത്തുള്ളലായി. ഗുജറാത്തി എന്നോ മലയാളി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചു. ആട്ടമായി, പാട്ടമായി. ഞാൻ എന്തൊക്കെയായി പറയുന്നേ? ആട്ടമായി, പാട്ടായി. ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ കേട്ടോ. കൂടത്തുള്ളി ക്ഷീണിച്ചപ്പോ ഞങ്ങൾ പിന്നെ ഗെയിംസിലേക്ക് കടന്നു. അത് പിന്നെ അങ്ങനാണല്ലോ. സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഫാമിലി ആയതുകൊണ്ട് ഗെയിംസിന്റെ കാര്യത്തിലും ഞങ്ങൾ ഒരു മടിയും കാണിച്ചില്ല. കേരള വേഴ്സസ് ഗുജറാത്ത്. ആഹാ, ആവേശത്തിന് ഇതിൽ പരം മറ്റെന്ത് വേണം? കേരള ലെമൺ സ്പൂണും ഗുജറാത്തി ലെമൺ സ്പൂണും. നമ്മുടെ കേരളം ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല്. ഓഫ്, ശരിക്കും ഒരു IPL കളിച്ച് കഴിഞ്ഞ് ജയിക്കുന്ന ഒരു ആവേശം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. കുട്ടികളെയും മുതിർന്നവരെയും കപ്പിൾസിനെയും ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവരെയും ഗെയിംസിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ. ഇതൊരു എക്സാക്ട് ഗുജറാത്തി കേരള IPL തന്നെ ആയിരുന്നു കേട്ടോ. ചെക്കന്റെ ഫാമിലിയും പെണ്ണിന്റെ ഫാമിലിയും. ലെമൺ സ്പൂൺ. ആഹാ, ഗുജറാത്ത് ജയിച്ചു. ഉരുളക്കിഴങ്ങിന്റെ ഒരു ശക്തിയെ. ഈ അങ്കിളിന്റെ കയ്യിൽ എന്താന്ന് നോക്കിയേ. ആഹാ. ലെമൺ സ്പൂൺ കഴിഞ്ഞ് ഞങ്ങൾ ആവേശോജ്വലമായ വടംവലിയിലേക്ക് കടന്നു. അതെ, വീണ്ടും ഒരു കേരള വേഴ്സസ് ഗുജറാത്തി വടംവലി. വടം നീട്ടിയിട്ടു. കേരളം അണിനിരന്നു. ഹമ്പടാ, ഇത് ജയിച്ചിട്ട് തന്നെ കാര്യം. അമരേന്ദ്ര ബാഹുബലിക്ക്. ഗൈസ്, ഞങ്ങൾ ആവേശത്തോടെ വലിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഓ ഓ ഓ ഓ നിലത്ത് കടന്നത് മിച്ചം. ഞങ്ങൾ തോറ്റു ഗൈസ്, തോറ്റു. വീണ്ടും ഒരു അവസരം കൂടെ ലഭിച്ചു. വീണ്ടും ഒരു അവസരം കിട്ടിയിട്ട് എന്തായി? വടത്തിന്റെ മുന്നിൽ നിന്ന് ദീപേട്ടനും ജിത്തു അളിയനും മെഴുകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോറ്റു ഗൈസ്, തോറ്റു തോറ്റു. ആരൊക്കെയോ നിലത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ആവേശോജ്വലമായ കളികളൊക്കെ അവസാനിച്ചു. ഫുഡും കഴിച്ചു, ഹൽദി ആഘോഷവും കഴിഞ്ഞു. ഈ ചടങ്ങുകളൊക്കെ എവിടെയാ നടന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഹൽദി ചടങ്ങുകളും ഈവനിങ്ങിലെ സംഗീത് ചടങ്ങുകളും നടന്നത്
മലപ്പുറം കോട്ടയ്ക്കലിലുള്ള മലബാർ കോവിലകം റിസോർട്ടിലാണ് കേട്ടോ. ഭയങ്കര കൂൾ ആൻഡ് കാം പ്ലേസ് ആണ്. ഒരു കിടിലൻ നാടൻ റിസോർട്ട്, ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു കേരള റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഹൽദി വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.